ടി ജി, യുദ്ധം കഴിഞ്ഞു, അല്ലെങ്കിൽ അതിൻ്റെ കരാറൊക്കെ ആയി, ഇപ്പം ബാക്കി ചർച്ചകൾ നടക്കുകയാണ്. പക്ഷേ ഇപ്പോൾ കിട്ടിയൊരു വിവരം അനുസരിച്ച് 90% ഇസ്രയേലികളും അവർ ഇറാനാണ് ജയിച്ചത് എന്നുള്ള രീതിയിലാണ്. ഒരു 14,000 പേരുടെ ഒരു സർവേ ആയിരുന്നു. ടൈംസ് ഓഫ് ഇസ്രായേലാണ് പുറത്തുവിട്ടത്. സത്യത്തിൽ ആരാണ് ഇതിനകത്ത് ജയിച്ചത്? അല്ല, അത് ഇസ്രായേലിൻ്റെ ഒരു ടാക്റ്റിക്കൽ മൂവ്മെൻ്റ് ആകാൻ സാധ്യതയുണ്ട്. കാരണം ഈ കരാറിൽ ഇസ്രായേൽ പാർട്ടിയല്ല. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ പറയുന്നത് ഈ കരാർ ഞങ്ങൾക്ക് ബാധകവുമല്ല. ഈ കരാർ കോംപ്രഹെൻസീവ് അല്ല. കോംപ്രഹെൻസീവ് കരാർ എന്ന് പറഞ്ഞാൽ ഈ ഇറാൻ്റെ പ്രോക്സി, അതായത് ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തി, ഞാനത് ഓർമ്മ വയ്ക്കുന്നത് ഹാ ഹി ഹൂ എന്ന് പറഞ്ഞിട്ടാണ്. അതെ, നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത്. അല്ല, അല്ലെങ്കിൽ മറന്നു പോകുക, അതുകൊണ്ട് ഒരു ഫോർമുല ആക്കിയത്. അപ്പോൾ ഇവരുടെ കാര്യത്തിലും ഒരു തീരുമാനം എടുക്കണം. ഇവരുടെ ഈ ഓപ്പറേഷൻസ് നിർത്തിവെക്കണം. അപ്പോൾ ഇറാൻ എന്ന് പറയുമ്പോൾ ഇറാൻ മാത്രമല്ല, ഈ 3 പേരും കൂടെ ചേർന്നതാണ് ഇറാൻ. ഇറാന് ഇത് മാത്രമല്ല, ഇറാഖിൽ അവർക്ക് ഇതുപോലത്തെ മിലീഷ്യയുണ്ട്, കൊള്ളക്കാരുണ്ട്, തീവ്രവാദികളുണ്ട്. പാകിസ്ഥാനിലുണ്ട്, തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇറാന് എല്ലാ രാജ്യങ്ങളിലും, ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തും ഇറാന് അവരുടെ ഈ പറഞ്ഞ അട്ടിമറിക്കാരുണ്ട്. നേരത്തെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആളുകൾ ഇറാനിൽ പോയി സംസാരിച്ചതിൻ്റെ ഒരു ഫോട്ടോയൊക്കെ പണ്ട് പുറത്ത് വന്നിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് ഹമാസ് പാകിസ്ഥാനിൽ വന്നിരുന്നല്ലോ, ഹമാസിൻ്റെ നേതാക്കൾ. അവർ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് പാകിസ്ഥാനെ സഹായിച്ചിരുന്നു. ഈ പഹൽഗാം സംഭവം വാസ്തവത്തിൽ അതിൻ്റെ ഡിസൈൻ ഹമാസിൻ്റെയാണ്. ഈ ആളെ തിരിച്ചറിഞ്ഞ് ഐഡൻറ്റിഫൈ ചെയ്ത് കൊല്ലുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ പരിപാടിയൊക്കെ നിർത്താതെ ചുമ്മാ യുദ്ധം തീർന്നു എന്ന് പറഞ്ഞിട്ട് ട്രംപിന് എന്തോ ഒരു ഇടക്കാല തിരഞ്ഞെടുപ്പുണ്ട് അവിടെ. അയാളുടെ പാർട്ടിയുടെ ഗ്യാസ് പോകാൻ പോകുന്നു. അതുകൊണ്ട് അയാൾക്ക് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഊരണം. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഇസ്രായേൽ ഇതിന് കൂട്ടുനിൽക്കാനൊന്നും പോകുന്നില്ല. അപ്പോൾ അതിൽ ഇസ്രായേലിലെ ജനങ്ങൾ മൊത്തം തൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു അടയാളമായിട്ടായിരിക്കാം ഈ സർവേ നടത്തിയതും. വാസ്തവത്തിൽ ആ സർവേയുടെ ഫലം കറക്റ്റാണ് കേട്ടോ. അവർ ഈ കരാറുണ്ടാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇസ്രായേലിലെ ഭരണകക്ഷി, ഇസ്രായേൽ കൂട്ടുകക്ഷി മന്ത്രിസഭയാണ്, ഒറ്റയ്ക്കൊന്നുമല്ല നെതന്യാഹു ഭരിക്കുന്നത്. അപ്പം അത് കൂടെയുള്ളവർ തന്നെ പറഞ്ഞു, നെതന്യാഹു ഈ കരാറിന് നിന്ന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളെ ഇവിടെ ബലി കൊടുക്കുക ഞങ്ങൾ. നെതന്യാഹു ഭീകരമായൊരു റിബട്ടൽ നടത്തി. ഒരു കാരണവശാലും ഇസ്രായേൽ ഇതിനെ അംഗീകരിക്കുന്ന പ്രശ്നമില്ല. ഹിസ്ബുള്ള ഇപ്പോഴും ഞങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു, ഞങ്ങൾ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നു, ഞങ്ങൾ പിടിച്ചെടുത്ത സ്ഥലം ഞങ്ങൾ തിരിച്ചു കൊടുക്കില്ല. ലെബനിൽ ലെബനിൽ നല്ല രീതിയിൽ സ്ഥലം ഓരോ യുദ്ധം കഴിയുമ്പോഴും ഇസ്രായേൽ വികസിക്കുകയാണല്ലോ ചെയ്യുന്നത്. അവരുടെ ടെറിട്ടറി വികസിച്ച് വരുന്നു. അപ്പോൾ അത് അവർ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. യുദ്ധം ഇപ്പോഴും തീർന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ പ്രശ്നത്തിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാവുകയുമില്ല. അത് അമേരിക്കയുടെ താല്പര്യമാണ്. ഈ ഏരിയ ഡിസ്റ്റർബ്ഡ് ആയിരിക്കണം. അങ്ങനെ ഇരുന്നാലേ ഇവരെയൊക്കെ പേടിപ്പിച്ച് നിയന്ത്രണത്തിൽ നിർത്താൻ അമേരിക്കയ്ക്ക് പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് ത്രൂ ഔട്ട് ഈ ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഒരിടത്തും ഒരു സമാധാനവുമില്ലാതെ കിടക്കണം എന്ന് അമേരിക്ക വിചാരിക്കുന്നു. അപ്പോൾ ഈ ഇറാൻ്റെ സ്ഥിതി എന്താണ് ഇപ്പോൾ നിലവിൽ? ഇറാനിലെ തകർച്ച എത്രത്തോളം അവരുടെ അത് മഹാ കഷ്ടമായി പോയി. ഇവരുടെ ഒറിജിനൽ ഡിസൈൻ അനുസരിച്ച് ഇവർ പെരുമാറിയിരുന്നെങ്കിൽ ഇറാൻ ഭസ്മമായി പോയേനെ. ഇറാന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അമേരിക്കയും ഇസ്രായേലും കൂടെ ആക്രമിച്ചു കഴിഞ്ഞാൽ. ഇസ്രായേലിൻ്റെ ഡിസൈനും അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഈ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അതിൽ കൈവയ്ക്കും എന്ന് ഇസ്രായേൽ നന്നായിട്ടറിയാം. അതിന് പരിഹാരം എന്താ? ഹോർമൂസ് കടലിടുക്ക് ആദ്യം പിടിച്ചെടുക്കുക. ഹോർമൂസ് കടലിടുക്കിൻ്റെ അപ്പുറത്തായിട്ട് യുദ്ധത്തെ പരിമിതപ്പെടുത്തുക. അമേരിക്കൻ കപ്പൽപ്പട 1ഉം 2ഉമല്ല 5 എണ്ണമാണ് ഹോർമൂസിൻ്റെ നേർക്ക് പോയത്. ഒരെണ്ണം പോലും ഹോർമൂസിൽ കയറിയില്ല. ഈ കപ്പൽപ്പട കടലിൽ യുദ്ധം ചെയ്യാനുള്ളതല്ലേ, അതോ കരയിൽ അടുപ്പിച്ചിട്ട് കളു കുടിക്കാനുള്ളതാണ്? ഇതൊക്കെ ഇസ്രായേൽ അമേരിക്കയോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ 5 കപ്പൽപ്പട അവിടെ കൊണ്ടുപോയിട്ട് നിങ്ങൾ 1000 കിലോമീറ്റർ ദൂരെയൊക്കെയാണ് കിടക്കുന്നത്? അങ്ങോട്ട് പോകാൻ ധൈര്യമില്ലാഞ്ഞിട്ടോ തീരുമാനമെടുക്കാഞ്ഞിട്ടോ. ധൈര്യമില്ല എന്ന് പറയാനും പ്രയാസമാണ്. കാരണം
അസാമാന്യമായ പ്രൊഫഷണലിസം ഉള്ള പട്ടാളമാണ് അമേരിക്കൻ പട്ടാളം. അവർക്ക് ധൈര്യമില്ല, അവർ വിറച്ചുപോയി എന്നൊക്കെ പറഞ്ഞാൽ അത് അംഗീകരിക്കാം. പക്ഷേ ട്രംപിനെ ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ ഉദ്ദേശിച്ചില്ല. ഇതിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഒന്ന്, ഹോർമൂസ് കടലിടുക്കിൻ്റെ അപ്പുറത്ത് അമേരിക്കൻ ബേസസ് ഉണ്ട്, അവിടെ നിന്ന് ഇറാനെ ആക്രമിക്കുക. അതല്ലെങ്കിൽ കടലിടുക്ക് ഫോഴ്സിബിളി ഓക്കുപ്പൈ ചെയ്തിട്ട് ഇറാൻ്റെ തീരത്തു നിന്ന് തന്നെ ഇറാനെ പുഷ് ചെയ്യാൻ തുടങ്ങുക. അപ്പുറത്ത് നിന്ന് ഇറാൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇസ്രായേൽ തള്ളും, ഹോർമൂസ് കടലിടുക്കിൽ നിന്ന് അമേരിക്ക ആക്രമിക്കും. അങ്ങനെ ചെയ്താൽ ഇറാൻ വല്ലാതെ വിഷമിച്ചു പോകും. ബ്ലേറ്റൻ്റായിട്ട് ഇറാനെ സപ്പോർട്ട് ചെയ്യാൻ ആരും വരില്ല. രഹസ്യമായിട്ട് എന്തെങ്കിലും ചില്ലറ ആയുധങ്ങളൊക്കെ കൊടുക്കും, ചൈനയൊക്കെ കൊടുക്കും എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് ഇറാനെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല. ഇതൊന്നും തന്നെ അമേരിക്ക ചെയ്തില്ല എന്നുള്ളതാണ് അത്ഭുതം. അങ്ങനെ രാവിലെ ഒരു തീരുമാനം പറയും, ഉച്ചയ്ക്ക് വേറൊരു തീരുമാനം പറയും, നിർത്തി എന്ന് പറയും, കഴിഞ്ഞു എന്ന് പറയും, വി ഹാവ് ഒബ്ലിറ്ററേറ്റഡ് എന്ന് പറയും. ഒബ്ലിറ്ററേറ്റ് ചെയ്തിട്ടില്ല എന്ന് ഇസ്രായേലിന് നന്നായിട്ടറിയാം. ഇസ്രായേൽ ഇന്നുവരെ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഇറാനെ സമ്പൂർണ്ണമായിട്ട് തകർത്തു എന്നൊക്കെ. അതൊക്കെ ട്രംപിൻ്റെ വാചകമൊടികളാണ്. ഈ ട്രംപിൻ്റെ മോദിയുമായി ബന്ധപ്പെട്ട ഈ എടുത്തു നിന്ന പരാമർശങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വലിയ ചർച്ചയായിരുന്നു. ഇപ്പോൾ ഈ അടുത്ത് തന്നെ പറഞ്ഞു വെച്ചാൽ മോദിയുടെ കാലം വരെയൊക്കെ ഇന്ത്യ വലിയ ആഗോളതലത്തിൽ വലിയ രീതിയിൽ നിൽക്കും എന്നുള്ളതൊക്കെ, അതിനകത്തൊക്കെ ഒരു ഭീഷണിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ ട്രംപിൻ്റെ ഭാഗത്തു നിന്ന്. അല്ല, അത് ഈ അങ്ങേരുടെ ലൂസ് സ്റ്റോക്കിൻ്റെ ഒരു ഭാഗമാണത്. അത് മോദി തൊട്ടടുത്തിരിക്കുന്നു, അപ്പോൾ എന്തെങ്കിലുമൊക്കെ തട്ടി പറഞ്ഞു ഈ മനുഷ്യന് ഭയങ്കര സപ്പോർട്ടാണ് അയാളുടെ നാട്ടിൽ, ഇങ്ങനെ ഇരിക്കുന്നു നോക്കണം, ഭയങ്കര കില്ലർ നെഗോഷിയേറ്ററാണ്, ഭയങ്കര ടഫാണ്, പിന്നെ പുള്ളി എൻ്റെ ഫ്രണ്ടാണ്, പുള്ളി പ്രധാനമന്ത്രിയായിരിക്കുന്നിടത്തോളം കാലം ഞാൻ ഇന്ത്യയെ ആരെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ നോക്കിയിരിക്കില്ല, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് പറയാനും പറ്റില്ല. ഇതൊക്കെ ആലങ്കാരികമായിട്ടങ്ങ് പറഞ്ഞു പോകുന്നതാണ്. ഈ ട്രംപിനേക്കാൾ കൂടുതൽ പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കാൻ പോകുന്നത് മോദിയാണ്. മോദി 2029 വരെ ഇരിക്കും. ട്രംപ് ഇനിയിപ്പോൾ 2 വർഷമല്ലേ ഉള്ളൂ. അപ്പോൾ ട്രംപിൻ്റെ കാലം കഴിഞ്ഞാലും മോദി ഇവിടെ ഉണ്ടാവും. അതിന് പകരം മോദിയുടെ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആരെയും സംരക്ഷിക്കുക, ഇയാളുണ്ടാവില്ലല്ലോ അപ്പോഴത്തേക്ക്. അപ്പം അതിന് വാല്യൂ കൊടുക്കണ്ട. ആ മനുഷ്യനിങ്ങനെ ലൂസ് സ്റ്റോക്ക് നടത്തുന്ന ഒരു സ്വഭാവക്കാരനാണ്. ഒന്നിലും ഉറച്ചു നിൽക്കുകയൊന്നും. ഇപ്പോൾ ഈ സ്വിറ്റ്സർലൻഡിൽ സമാധാന ചർച്ച നടക്കുമ്പോൾ ട്രൂത്ത് സോഷ്യലിൽ പുള്ളിയുടെ പോസ്റ്റ് വരുന്നു, ഇറാൻ അവരുടെ പ്രോക്സികളെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ സ്വിറ്റ്സർലൻഡിൽ വന്നിരിക്കുന്ന ഇറാൻകാർക്ക് തിരിച്ചു പോകാനൊരു രാജ്യം ഉണ്ടാവില്ല. നിസ്സാര സംഗതിയാണ്. അബ്ബാസ് അരാഖ്ഷിയും ഗാലിബിഫിനെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് നിനക്ക് തിരിച്ചു പോകാനായിട്ട് അവിടെ സ്ഥലം ഉണ്ടാവില്ല, എവിടെ പോകും നീ? ഇത് ഒരു മര്യാദയാണ്. ഞാൻ അങ്ങനെ സ്പിരിറ്റൊക്കെ മനസ്സിലാക്കുന്നു, ബട്ട് ഇറ്റ് വാസ് അണ്ടർമൈനിങ് ദ ടോക്സ്. അപ്പോൾ അവർ ഞങ്ങൾ ഷെയ്ക്ക് ഹാൻഡ് ഒരു സെഷൻ വെച്ചിരുന്നു, അവർ ഷെയ്ക്ക് ഹാൻഡ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞു. ഏതായാലും വലിയ കുഴപ്പം കൂടാതെ അത് വീണ്ടും തുടരുന്നു. ബട്ട് ഇപ്പോഴും കൃത്യമായിട്ട് ആർക്കും അറിയില്ല എന്താണ് ഇതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. ഒന്നും ആർക്കും അറിയില്ല. എല്ലാം അറിയാമെന്ന് ഭാവിക്കുന്ന പാകിസ്ഥാന് പോലും അറിയില്ല എന്താ സംഭവിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. അതായത് ഒരു കാലത്ത് സൗദി, ദുബായ്, ഖത്തർ, ബഹ്റൈൻ ഇവരൊക്കെ അന്നം തരുന്ന രാജ്യങ്ങളായിരുന്നു കേരളത്തിലെ പലർക്കും. അപ്പോൾ അവരെയാണ് ഇറാൻ അറ്റാക്ക് ചെയ്തത്. അപ്പോൾ ഇന്ത്യക്കാർ മരിക്കുകയും ചെയ്തു. പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ ഇന്ത്യ ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നത് അമേരിക്ക മറ്റൊരു കപ്പലിനെ, ഇന്ത്യയുടേതല്ലാത്തൊരു കപ്പലിനെ ആക്രമിച്ചപ്പോൾ 3 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഈ പെട്ടെന്നുണ്ടായ ഒരു ഷിഫ്റ്റ്, അന്നം തരുന്ന രാജ്യത്തിൽ നിന്ന് ഇറാനിലേക്കുള്ളൊരു സ്നേഹം ഈ കേരളത്തിൽ പലർക്കും ഉണ്ടായതിൻ്റെ എന്തുകൊണ്ടായി? അതൊരു പ്രത്യേക സംഗതിയാണ്. ഈ ഗൾഫ് രാജ്യങ്ങളിൽ മൊത്തം 14 പേര് മരിച്ചു ഈ അറ്റാക്കിൽ, ഇറാൻ്റെ അറ്റാക്കിൽ. ആ 14-ൽ 11 പേരും ഇന്ത്യക്കാരാണ്. ഒരക്ഷരം വേണ്ടിയില്ല ആരും. അമേരിക്ക 3 പേരെ കൊന്നു കഴിഞ്ഞപ്പോൾ അതായത് അമേരിക്കയെ കുറ്റപ്പെടുത്താൻ വല്ലാത്തൊരു ആവേശം. ഇറാൻ തല്ലുകയോ കൊല്ലുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് സാരമില്ല, അത് നമ്മൻ്റെ ആളാണ് എന്ന് പറയുന്നു. ഇറാനാണ് ഗൾഫിനെ ആക്രമിക്കുന്നത് എന്ന് പോലും അക്നോളജ് ചെയ്യാൻ ഒരു പ്രയാസം. അതല്ല അമേരിക്കയാണ് ഗൾഫിനെ ആക്രമിച്ചതെന്ന് വെച്ചാൽ എൻ്റെ അമ്മ ഇവിടെ എന്തൊരു ജാതിയും ബഹളവും സംഗതിയൊക്കെ ആയിരിക്കും എന്നറിയാം.
അതൊക്കെ വിചിത്രമായ കുറേ ഇക്വേഷൻസാണ്. ആവശ്യമുള്ളപ്പോൾ ഗൾഫ് അന്നദാതാവാണ്, അല്ലാത്തപ്പോൾ ഇറാൻ അന്നദാതാവാണ്. ഇറാൻ എന്ത് ചെയ്തു എന്നാണ്? ഇറാൻ നമ്മളുമായിട്ട് വഴക്കുള്ള ഒരു രാജ്യമൊന്നുമല്ല, സുഹൃത്ത് രാജ്യമാണ്. അതിനപ്പുറത്തേക്ക് നമ്മൾ ഇറാനെ പിന്താങ്ങി നടക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല. അതുകൊണ്ടാണ് മോദി അത് ചെയ്യാതിരുന്നത്. അമേരിക്കയെ പിന്തുണയ്ക്കേണ്ട കാര്യമില്ല, അത് അവരുടെ വഴക്കല്ലേ. നമ്മൾ നമ്മുടെ കാര്യത്തിൽ നമ്മളെ എണ്ണ എങ്ങനെയെങ്കിലും കടത്തിക്കൊണ്ടുവരിക. അത് കള്ളക്കടത്ത് വരെ നമ്മൾ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. ഈ 3 പേരെ കൊന്നു എന്ന് പറയുന്നില്ലേ, ഞാൻ മർച്ചൻ്റ് നേവിയിലെ എനിക്കറിയാവുന്ന ആൾക്കാരോട് ചോദിച്ചു എന്തൊക്കെയായി സംഭവിക്കുന്നത്. വാസ്തവത്തിൽ ഈ കപ്പലുകൾ ആരുടെയാണ്, എവിടെ നിന്ന് വന്നു? അപ്പോൾ അവർ പറഞ്ഞു ഇത് അറിയാൻ മാർഗമൊന്നുമില്ല. കപ്പലിലെ ക്യാപ്റ്റന് പോലും പലപ്പോഴും ഉടമസ്ഥൻ ആരാണെന്ന് അറിയില്ല. ഒരുപാട് ലേയേഴ്സ് ഉണ്ട് അതിനിടയ്ക്കൊരു ലെയറാണ് ഈ ഉടമസ്ഥൻ. ഉടമസ്ഥന് താഴെ വേറെ എന്തോ സംവിധാനമുണ്ട്, അതിന് താഴെയാണ് ക്യാപ്റ്റൻ. ഇങ്ങനെയാണ്. അപ്പോൾ ക്യാപ്റ്റനെ സംബന്ധിച്ചോളം ഒരു സ്ഥലത്ത് നിന്ന് എണ്ണ ലോഡ് ചെയ്യുക, ആ സ്ഥലം നിരോധിത മേഖലയാണോ, ഉപരോധമുണ്ടോ, ഇതൊന്നും ആ മനുഷ്യന് നോക്കാൻ പറ്റില്ല. താനങ്ങ് പോയി താൻ എണ്ണ അങ്ങ് നിറച്ചാൽ മതി, അവിടെ പോകും, എണ്ണ നിറയ്ക്കും. ഇത് ഈ 3 കപ്പലിലാണ് ഇവർ വെടിവെച്ചത്. 3ഉം ഇറാനിൽ നിന്ന് വരുന്ന കപ്പലുകളായിരുന്നു. എങ്ങോട്ട് പോയി ആർക്കും അതിൻ്റെ ഡെസ്റ്റിനേഷൻ ഇന്ന് വരെ ആരും പറയുന്നില്ല. ഇറാനിൽ നിന്ന് എങ്ങോട്ടായിരുന്നു ആ എണ്ണ പൊയ്ക്കൊണ്ടിരുന്നത്? ഇന്ത്യയിലേക്കല്ല. പിന്നെ എങ്ങോട്ട് പോയി? ഇന്ത്യൻ ജോലിക്കാരതിൽ വന്നത് ലക്ഷക്കണക്കിനുള്ള ഇന്ത്യക്കാർ കപ്പലിൽ ജോലി ചെയ്യുന്നുണ്ട്. കപ്പൽ ജോലി വളരെ ടഫായൊരു ജോലിയാണ്. ലോകത്ത് ഏറ്റവും അധികം ജോലിക്കാർ ഇന്ത്യക്കാരാണ് താനും. നല്ല പൈസ കിട്ടും, പക്ഷേ നിതാന്തമായിട്ട് ഈ കടലിൽ കിടക്കണ്ടേ. 3 മാസമൊക്കെ എടുത്തിട്ടാണ് ഒരു പോർട്ടിൽ നിന്ന് അടുത്ത പോർട്ടിലെത്തുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ജീവിതത്തിന് തയ്യാറാവുന്ന അങ്ങനത്തെ ഒരു ഫിസിക്കൽ കേപ്പബിലിറ്റിയും ക്ഷമയും ഒക്കെയുള്ള ആൾക്കാർ ഇന്ത്യക്കാരാണ് കൂടുതലും. അതുകൊണ്ട് കപ്പൽ ആരുടെ ആണെങ്കിലും ജോലിക്കാരുടെ എണ്ണം കൂടുതൽ ഇന്ത്യക്കാരുടെ ആയിരിക്കും. ഇപ്പോൾ ഇവർ അമേരിക്ക വാണിംഗ് ഒക്കെ കൊടുത്തു എന്നൊക്കെ പറയുന്നു. എന്നിട്ടും കപ്പൽ മുന്നോട്ട് വന്നാലാണ് അവർ വെടിവയ്ക്കുന്നത് ആൾക്കാരെ നോക്കിയല്ല വെടിവയ്ക്കുന്നത്. കപ്പലിലെ കാർഗോയ്ക്ക് തീപിടിക്കാത്ത രീതിയിൽ എൻജിൻ റൂമിലേക്കോ ഡോക്കിലേക്കോ ഒക്കെയാണ് ഇവർ വെടിവയ്ക്കുന്നത്. അവിടെ സേഫ്റ്റി നോക്കുന്നത് കാർഗോയുടെ സേഫ്റ്റിയാണ്. കാർഗോ ഇൻഫ്ലേമബിളാണ്, വലിയ എക്സ്പ്ലോഷൻ ഉണ്ടാവും, കപ്പൽ തന്നെ നശിച്ചു പോകും. അപ്പോൾ അതിൻ്റെ വെയിറ്റേജ് നോക്കുമ്പോൾ ഹ്യൂമൻ ലൈഫ് കളയുന്നതാണ് നല്ലത് എന്ന് തോന്നിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അല്പം അറ്റ കൈയാണ്, പക്ഷേ അതാണ് അതിൻ്റെ പ്രൊസീജിയർ. ഇത് ഞാൻ ചോദിച്ചവരെന്നോട് പറഞ്ഞത് ഇത് കൂടുതൽ നമ്മൾ പ്രെസിപ്പിറ്റേറ്റ് ചെയ്യാഞ്ഞത് അതൊരു കള്ളക്കടത്തായതുകൊണ്ടാവാം. കാരണം നമുക്ക് നമ്മളെ കാര്യം നടക്കണ്ടേ, നമ്മളുടെ എണ്ണം വരണ്ടേ. ഇപ്പോൾ ഈ കപ്പലുകൾ അമേരിക്കയുടെ ബ്ലോക്കേഡ് കടന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എവിടെ പോകും എന്നുള്ളത് അവർക്ക് കിട്ടുന്ന ഡയറക്ഷൻ പോലെ ഇരിക്കും. അതൊരു പക്ഷേ ഗുജറാത്തിലേക്കോ കൊച്ചിയിലേക്കോ ബാംഗ്ലൂർ റിഫൈനറിയിലേക്കോ ആണ് വന്നുകൊണ്ടിരുന്നതെങ്കിലോ അത് കൂടുതൽ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം എല്ലാം പുറത്തു വരും. വാട്ട് വാസ് ദ ഡെസ്റ്റിനേഷൻ, ക്യാപ്റ്റനെ വിളിക്കാം, ക്യാപ്റ്റനെ വിചാരണ ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളൊരു ബാഡ് ലൈറ്റിൽ വന്നു എന്ന് വരും. നമ്മുടെ സർവൈവലിന് വേണ്ടിയിട്ട് നമ്മൾ മാത്രമല്ല എല്ലാ രാജ്യങ്ങളും ഇതൊക്കെ ചെയ്യാറുണ്ട്. ഈ ബ്ലോക്കേഡ് നിലനിൽക്കുമ്പോൾ തന്നെ സകല രാജ്യങ്ങളും ചൈന ഇത് ചെയ്യുന്നുണ്ട്, ഫ്രാൻസ് ചെയ്യുന്നുണ്ട്, ഇംഗ്ലണ്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എത്ര വർഷം 1979 മുതൽ ഇറാന് ഉപരോധമാണ്. ഇറാൻ എന്താ ചത്തുപോയോ? അപ്പോഴും എണ്ണ വിൽക്കുന്നില്ല ഇറാന് ചൈനയിലേക്ക് എണ്ണ കൊടുക്കുന്നുണ്ടായിരുന്നു, ആർക്കും അറിയില്ല. ഇത് എന്താ ബ്ലോക്ക് ചെയ്യാൻ? അന്ന് അമേരിക്ക ഒരു ബ്ലോക്ക് എടുത്ത് ഞങ്ങൾ ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്, നിങ്ങൾക്ക് എണ്ണ കൊണ്ടുപോകാൻ പറ്റില്ല ഇതിൽ എന്ന് പറഞ്ഞിട്ട് ഉപരോധം നടത്താൻ ഞാൻ എന്താ അത് ചെയ്യില്ല. അത് കുറേ കണ്ണടയ്ക്കാൻ പോവും. ഇതൊക്കെയാണ് ഉപരോധം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആൾക്കാർ മരിച്ചു എന്ന് പറയുന്നത് ടെക്നിക്കലി അവർ വേറൊരു കപ്പലിലെ എംപ്ലോയീസ് ആയിരുന്നു. ഇന്ത്യയുടെ കപ്പലല്ല, ഇന്ത്യൻ ഫ്ലാഗല്ല,
ഇന്ത്യൻ മാനേജ്മെൻ്റ് അല്ല, നമുക്ക് അതിനകത്ത് ഒരു സേയുമില്ല. ബട്ട് നിങ്ങൾ ഒരു വാർ സോണാണല്ലോ, അത് യുദ്ധത്തിൻ്റെ ഏരിയയാണ്. ആ യുദ്ധത്തിൻ്റെ ഏരിയയിൽ പോകുമ്പോൾ അതിൽ ഇൻവോൾവായിട്ടുള്ള റിസ്ക് ഉണ്ട്. ചിലപ്പോൾ ജീവൻ പോയി എന്ന് വരും. അതിൽ നമുക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. മറ്റേ ആളിനെ കൊണ്ട് മാപ്പ് പറയിക്കണം എന്നൊക്കെ അയാൾ പറയുന്നില്ല. നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? യു ഹാവ് ടു എസ്കലേറ്റ് ഇറ്റ് ടു നെക്സ്റ്റ് ലെവൽ ഇല്ലേ? ഇപ്പോൾ ദേവയാനി ഖൊബ്രാഗഡെ നമ്മളെ ഒരു എംബസിയിലെ ഉദ്യോഗസ്ഥയായിരുന്നു. അവരെ അമേരിക്ക തുണി അഴിച്ച് പരിശോധിച്ചു. അത് വലിയ ഇഷ്യൂ ആയി മൻമോഹൻ സിംഗിൻ്റെ കാലത്ത്. മൻമോഹൻ സിംഗ് സർക്കാർ ചെയ്തത് എന്താണെന്നറിയാമോ? അമേരിക്കൻ എംബസി ഡൽഹിയിലെ അതിൻ്റെ സെക്യൂരിറ്റി എടുത്ത് മാറ്റി. വലിയ കാര്യമാണെന്നൊക്കെ പറഞ്ഞു. അതിൽ അമേരിക്കൻ എംബസി അവർ സോറി പറഞ്ഞു കേട്ടോ, അത് ചെയ്യരുതായിരുന്നു, ബട്ട് അവരുടെ എന്തോ പ്രോട്ടോക്കോൾ അനുസരിച്ച് ആൾ തെറ്റ് ചെയ്തതാണെന്ന് എന്തോ പറഞ്ഞു. എന്ത് വാങ്ങിക്കോട്ടെ, നിങ്ങൾ ഒരു വിദേശ എംബസിയുടെ സെക്യൂരിറ്റി എടുത്ത് മാറ്റി. വാട്ട് ഈസ് ദ കോൺസിക്വൻസ്? എംബസിയുടെ സെക്യൂരിറ്റി എടുത്ത് മാറ്റുക, അതിന് പുറത്തുള്ള പോലീസ് പോസ്റ്റ് അതൊക്കെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ, അവിടെ ഒരു ആക്രമണം നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ കോൺസിക്വൻസ് എന്തായിരിക്കും? അപ്പോൾ ഇത് അന്താരാഷ്ട്ര നയതന്ത്രത്തിലെ ഒരു വെല്ലുവിളികളാണ് ഇതെല്ലാം. ആ സമയത്ത് സെക്യൂരിറ്റി പെർസെപ്ഷൻ അത് ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാവുള്ളൂ. അല്ലാതെ ഈ ബ്രേവഡോ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന പൊള്ളയായ ധൈര്യം അത് കാണിക്കുക, വാക്കിന് തിരിച്ചു പറയുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വിവേകപൂർണ്ണമല്ല. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് അത് ചെയ്യുന്നുണ്ടല്ലോ. യെസ്, അയാളത് ചെയ്യുന്നു. പക്ഷേ അതുകൊണ്ട് നമ്മളത് ചെയ്യണമെന്ന് വാശി പിടിക്കരുത്. നമ്മളുടെ സ്വഭാവം നമ്മളാണ് തീരുമാനിക്കുന്നത്, ഡൊണാൾഡ് ട്രംപ് അല്ലല്ലോ. ഡൊണാൾഡ് ട്രംപ് പ്രകോപിപ്പിച്ചാൽ ഞാൻ തെറി പറയുമെങ്കിൽ ഞാൻ ഡൊണാൾഡ് ട്രംപിൻ്റെ നിയന്ത്രണത്തിലാണെന്നാണ് അതിനർത്ഥം. ഞാൻ തെറി പറയാത്തവനാണ്, ഞാൻ സംസ്കാരമുള്ളവനാണെങ്കിൽ ഞാൻ പറയില്ല. ഡൊണാൾഡ് ട്രംപ് എന്ത് പറഞ്ഞാലും ശരി, എൻ്റെ സംസ്കാരത്തിൽ ഞാൻ ഉറച്ചു നിൽക്കും. ഈ രീതിയിൽ കാണാതെ അതിനെ ഒരു രാഷ്ട്രീയ കണ്ണോടെ കാണുന്നു. അതാണ് ഈ വിമർശനത്തിനും ഒക്കെ കാരണം.